ഇനിയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അതായത് നമ്മുടെ ഈ ഒരു പാർട്ടിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ 100% ഉറപ്പാണ്, ഒരിക്കലും നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കത്തില്ല. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, പലരും എന്നോട് സ്ഥിരം ചോദിക്കുന്നൊരു കാര്യമാണ്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളുള്ള വാഹനം, അതായത് ഓട്ടോ AC വരുന്ന മോഡൽസിൽ എങ്ങനെയാണ് നമുക്കൊരു സെറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നത്? അതായത് പലപ്പോഴും പലരും മിസ്റ്റ് ഫേസ് ചെയ്യുന്നൊരു അവസരം, അതായത് മഴയുള്ള സമയത്തും അല്ല രാത്രിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഗ്ലാസ്സിലോട്ട് മിസ്റ്റ് പിടിക്കുന്നു എന്ന് പലരും സ്ഥിരമായിട്ട് എന്നോട് പരാതി പറയുന്നൊരു കാര്യമാണ്. പക്ഷേ മാനുവൽ വാഹനത്തിൽ അവർ സെറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുള്ള വാഹനത്തിന് മാത്രം പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റ് വരുന്നൊരു പ്രോബ്ലം, പിന്നെ മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ മഞ്ഞുള്ള സമയത്ത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പോലും മിസ്റ്റ് ഇനി ഒരിക്കലും പിടിക്കില്ല. ഇതിനുള്ള കാര്യമാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ഓട്ടോ ക്ലൈമറ്റിൻ്റെ AC ഞാനൊന്ന് കാണിച്ചു തരാം. ഈ വരുന്ന ഫംഗ്ഷൻ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് AC ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്. ഇത് ഇൻറ്റേർണൽ സർക്കുലേഷൻ, അതായത് എയർ പുറത്തുനിന്ന് വലിക്കണോ അകത്തുനിന്ന് വലിക്കണോ എന്നുള്ളതിൻ്റെ ഇൻറ്റേർണൽ സർക്കുലേഷനും എക്സ്റ്റേർണൽ സർക്കുലേഷനും ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്. ഇത് ഒരു ഫ്രണ്ട് ഡീഫോഗറാണ് വരുന്നത്. ഏതെങ്കിലും രീതിക്ക് ഫ്രണ്ടിൽ മിസ്റ്റ് കൂടുതൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് ഡയറക്ഷൻ, അതായത് ഫ്രണ്ടിലോട്ടുള്ള ഡയറക്ഷൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഓൺ സ്വിച്ച്. ഇനി അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് റിയറിന് കൊടുത്തിരിക്കുന്നത്. അത് റിയർ ഡീഫോഗറാണ് വരുന്നത്. അതായത് നമ്മുടെ പുറകിലത്തെ ഗ്ലാസ്സിൽ ഡീഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ എയറോ കാര്യങ്ങളൊന്നും സർക്കുലേറ്റ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ഒരു കോയിലാണ് വരുന്ന ഗ്ലാസ്സിനകത്തൂടെ, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പുറത്ത് ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. ആ കോയിൽ ഹീറ്റ് ആവുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബാക്കിലുള്ള മിസ്റ്റ് എല്ലാം പോകുന്നതായിരിക്കും. ഇനി ഈ കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇത് ഹീറ്റ് കൂട്ടാനും തണുപ്പ് കൂട്ടാനും വേണ്ടിയുള്ളതാണ്. അതായത് ചൂട് എപ്പോൾ കൂട്ടണമെന്ന് തോന്നുന്നു ഈ മേലോട്ടുള്ള പ്രസ് ചെയ്യാം, തണുപ്പ് എപ്പോൾ കുറയ്ക്കണമെന്നുള്ളപ്പോൾ താഴോട്ട് പ്രസ് ചെയ്യാം. ഇത് AC ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. ഈ ഒരു യൂണിറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. ഇത് ഓട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സ്വിച്ച് ശരിക്കും ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാനുള്ളതാണ്. മോഡ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എയറിൻ്റെ പൊസിഷൻ ഏതൊക്കെ മോഡിൽ വരണമെന്നുള്ളത് സെറ്റ് ചെയ്യാനും, ഇത് ബ്ലോവറിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളുള്ള വാഹനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. ഇതിലിപ്പം നിലവിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ACയുടെ ഫുൾ സെറ്റിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് AC സ്വിച്ച് നമുക്ക് AC ഓൺ ആണെന്നുള്ളത് കാണിക്കുന്നതിൻ്റെയാണ് ഇവിടെ AC എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഞാൻ AC ഓഫ് ചെയ്താൽ AC ഓഫായി, അത് നമുക്ക് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഇനി ഞാൻ AC ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇനി ഇൻറ്റേർണൽ സർക്കുലേഷൻ എക്സ്റ്റേർണൽ സർക്കുലേഷൻ ഞാൻ പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇൻറ്റേർണൽ സർക്കുലേഷൻ, അതായത് കാറിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. കാർ അകത്ത് ഇൻറ്റേർണലായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നു. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു നിന്നും, അതായത് പുറത്തെ സൈഡിൽ നിന്നും എയർ അകത്തോട്ട് കയറുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതും ഞാൻ ഓഫ് ചെയ്യുന്നു. ഇനി അടുത്ത ടെമ്പറേച്ചറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ 25 ആണ് ഇട്ടിരിക്കുന്നത്. അതെനിക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, തണുപ്പ് കൂട്ടണമെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതായിരിക്കും. ഇനി ഞാൻ പറഞ്ഞ പോലെ AC ഫുൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച്, അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ AC യൂണിറ്റ് ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. കാറ്റോ കാര്യങ്ങളോ ഒന്നും ഇനി വരുന്നതായിരിക്കത്തില്ല. ഓക്കെ, ഇനി അത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ AC ഒന്നും പ്രസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമുക്കിത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓട്ടോ പ്രസ് ചെയ്യുക, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആകുന്നതായിരിക്കും. അപ്പം എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ കൂട്ടുക കുറയ്ക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞു. ഇനി ഞാൻ അടുത്ത ഓഫ് സ്വിച്ച് പറഞ്ഞു. ഇനി ഓട്ടോ സ്വിച്ചിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിൽ ഇത് ഓട്ടോ അല്ല, ഇപ്പം മാനുവലിലാണ് നിൽക്കുന്നത്. അതായത് ഓട്ടോ ക്ലൈമറ്റ് AC ആണെങ്കിൽ പോലും ഇതൊരു മാനുവലിലാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ ഓട്ടോ പ്രസ് ചെയ്താൽ ഇത് ഓട്ടോ ആയി. ഇനി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് സെറ്റ് ചെയ്യുന്നത്? അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം എന്താണ് സെറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ നമ്മൾ ഇടുന്നതിനനുസരിച്ച് ബ്ലോവറിൻ്റെ സ്പീഡ് മാത്രമാണ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഏകദേശം ഒരു 23 ഡിഗ്രി സെൽഷ്യസ് ഇട്ടു. ഈ വാഹനത്തിൻ്റെ ബാക്ക് വരെ 23 ഡിഗ്രി സെൽഷ്യസ് ആകുന്നത് വരെ ഇതിൻ്റെ സ്പീഡ് ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടുകയാണ്, കണ്ടോ? അപ്പോൾ സ്പീഡ് കുറയുന്ന എല്ലാവരും ശ്രദ്ധിച്ചോണം. കണ്ടോ, സ്പീഡ് കുറഞ്ഞു വരുന്ന ഈ വാഹനത്തിനകത്ത് ചൂടുണ്ട്. ഇനി അതേ സ്ഥാനത്ത് ഞാൻ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ ഇൻസൈഡ് സർക്കുലേഷനുമായി സ്പീഡ് കൂടുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. കണ്ടോ, ഞാൻ ടെമ്പറേച്ചർ മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്, പക്ഷേ സ്പീഡ് ഇതിനനുസരിച്ച് ഗ്രാജുവലായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. എയർ വരുന്നതിൻ്റെ ആ ഒരു സ്പീഡും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ സ്പീഡൊന്ന് കൺട്രോൾ ചെയ്തപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഓട്ടോ കട്ടായി. കണ്ടോ,
അതായത് ഫാനിൻ്റെ ബ്ലോവർ സ്പീഡ് കൺട്രോൾ ചെയ്താൽ ഓട്ടോ എ സിയുടെ ഫംഗ്ഷൻ ഓഫ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലായി, അതായത് ഫാൻ സ്പീഡിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഓട്ടോ എ സി കട്ട് ഓഫ് ആകും. അതായത് ഓട്ടോ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്തില്ല, നോർമൽ എ സി മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ. ശരി, ഇനി അടുത്ത് നമുക്ക് മോഡ് ഒന്ന് ജസ്റ്റ് നോക്കാം. മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് നമ്മുടെ നോർമലി നിൽക്കുന്ന നമ്മുടെ ഫേസിലോട്ട് വരുന്ന രീതിയാണ്. ഇതിപ്പം ഫേസിലോട്ടും കാലിലോട്ടും വരുന്ന രീതി. ഒന്നുകൂടെ മോഡ് പ്രസ് ചെയ്താൽ കാലിലോട്ട് മാത്രം, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാലിലോട്ടും വരും, മേളത്തെ ഫോഗറിലോട്ടും വരും. അതായത് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിലോട്ടും താഴോട്ടുള്ള കാലിലോട്ടുള്ള കിട്ടും. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ബാക്ക് ടു ദ നോർമൽ, അതായത് പഴയ സ്റ്റേജിലോട്ട് തിരിച്ചു പോവുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എ സിയുടെ ഫാനിൻ്റെ സ്പീഡുകളും ഇവിടെ ഉണ്ട്, അത് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള. ഇത് ഫ്രണ്ടും ബാക്കും റിയർ ഡീഫോക്കേഴ്സ്. ഫ്രണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള എയർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ ഡീഫോഗർ ആക്ടിവേറ്റ് ആയി. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു നോർമൽ. റിയർ ഇടുകയാണെന്നുണ്ടെങ്കിൽ റിയർ ഡീഫോഗർ വർക്ക് ചെയ്തു. ഓക്കെ, ഇനിയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അതായത് നമ്മുടെ ഈ ഒരു പാർട്ടിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ 100% ഉറപ്പാണ്, ഒരിക്കലും നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കത്തില്ല. ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എത്രയും നോക്കുക. ഇതിപ്പം 34 ഡിഗ്രി സെൽഷ്യസ് ആണ് കിടക്കുന്നത്. അതായത് 34 ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അതായത് പുറത്തുള്ള ടെമ്പറേച്ചറാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഉച്ച സമയമായിട്ടാണ് ഈ റേഞ്ച് കാണിക്കുന്നത്. ഏകദേശം വൈകിട്ട് സമയങ്ങളൊക്കെ ആവുന്ന സമയത്ത് 24 ഡിഗ്രി അല്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ട രീതിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കുന്നതായിരിക്കത്തില്ല. അപ്പോൾ ഇതിൽ 20 ആണ് കാണിക്കുന്നത്, അവിടെ 34 ആണ് കാണിക്കുന്നതെങ്കിൽ, ഇപ്പോൾ 34 എന്നുള്ളത് ഉച്ച സമയമായതുകൊണ്ടാണ്. രാത്രിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും ഔട്ട്സൈഡ് ടെമ്പറേച്ചർ അവിടെ കാണിക്കുന്ന ഏകദേശം ഒരു 24 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ട എത്രയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 22.5 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 23 ഡിഗ്രി വരെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനകത്ത് ചൂട് കൂടുതൽ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 22 അല്ലെങ്കിൽ 23 ഇട്ടിട്ട് അകത്ത് ചൂട് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഒരു 22 മാറ്റുക, അല്ലെങ്കിൽ 23 തന്നെ കിടക്കട്ടെ. ആ കിടക്കുന്നതിൽ 1 പോയിൻറ്റോ അല്ലെങ്കിൽ 2 പോയിൻറ്റോ താഴെ ഇട്ട് നിങ്ങൾ വാഹനത്തിൻ്റെ എ സി സെറ്റ് ചെയ്ത് ഓടിക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കത്തില്ല. പക്ഷേ പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ടെമ്പറേച്ചർ എപ്പോഴും കിടക്കുന്ന ചിലപ്പം 18 ഒക്കെ ആയിരിക്കും, എന്നിട്ട് ഓട്ടോ അങ്ങോട്ട് ഇടും രാത്രി പോകുന്ന സമയത്ത്. അന്നേരം എല്ലാവരുടെയും വിചാരം ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ടെമ്പറേച്ചറൊക്കെ അങ്ങ് സെറ്റായി മിസ്റ്റ് പിടിക്കത്തില്ലെന്നാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, പുറത്ത് ഇത്രയും ചൂടും അകത്ത് ഭയങ്കര തണുപ്പും ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഡോറൊന്ന് തുറന്ന് ആരെങ്കിലും കയറി ഡോർ അടച്ചാലോ അല്ലെങ്കിൽ ഗ്ലാസ് ഒന്ന് താത്തേച്ചും പൊക്കി കഴിഞ്ഞാലോ വാഹനത്തിനകത്ത് മുഴുവൻ മിസ്റ്റായിരിക്കും. ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാരണം ഞാൻ ഈ പറയുന്നത് വെറും ഈ ബുക്കിനകത്തുള്ള ഡയലോഗല്ല, എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഞാൻ ചെയ്ത് എനിക്ക് ഉറപ്പായിട്ടും ഈ ഒരു കാര്യം മാറുമെന്ന് 100% ഉറപ്പ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പലരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. ഏതായാലും ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടെ ഇട്ടേക്കുക.